തിരുവനന്തപുരം ജില്ലയിലെ കാട്ടാക്കട നിയോജകമണ്ഡലം വികസനത്തിന്റെ വഴിയിലാണ്. ജലസമൃദ്ധി ഉറപ്പാക്കുന്ന പദ്ധതികളും അടിസ്ഥാന സൗകര്യ വികസനവും പരിസ്ഥിതി സൗഹൃദ സമീപനങ്ങളുമാണ് കാട്ടാക്കടയെ വേറിട്ടതാക്കുന്നത്. കാട്ടാക്കട മണ്ഡലത്തിന്റെ വികസന നാൾവഴികൾ പരിശോധിക്കുമ്പോൾ അതിൽ ഏറ്റവും പ്രധാനം ജലസമൃദ്ധി പദ്ധതിയാണ്. ഗ്രാമീണ മേഖലകളിൽ വർഷം മുഴുവൻ കുടിവെള്ളം ഉറപ്പാക്കുക എന്നതായിരുന്നു പദ്ധതിയുടെ ലക്ഷ്യം. കാട്ടാക്കട നിയോജക മണ്ഡലം MLA IB സതീഷ് വിഭാവനം ചെയ്ത പദ്ധതി അന്താരാഷ്ട്ര ശ്രദ്ധ ആകർഷിച്ചു. 2016 തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുമ്പോൾ ഉയർന്നു വന്ന പ്രധാന പ്രശ്നം കുടിവെള്ളക്ഷാമമായിരുന്നു. ആ ഒരു അവസ്ഥയിൽ നിന്ന് നമ്മൾ നടത്തിയ അന്വേഷണം, കൂട്ടായ ചർച്ചകൾ, ഗവേഷണ തുല്യമായ അന്വേഷണങ്ങൾ, അതിൻ്റെ ഒടുവിലാണ് വറ്റാത്ത ഉറവയ്ക്കായി ജലസമൃദ്ധി എന്ന ആശയത്തിലേക്ക് എത്തുന്നത്. ഡോക്ടർ പോൾ വാൻ മീൽ, ഡച്ച് ഡിസാസ്റ്റർ റിഡക്ഷൻ ടീം ലീഡർ, ഒരു പേപ്പർ പ്രസൻറ്റ് ചെയ്ത് പ്രബന്ധം അവതരിപ്പിച്ചു. ലോകത്തെ ഏറ്റവും മികച്ച ജലസംരക്ഷണ മാതൃക ഞങ്ങൾ കണ്ടത് ഇന്ത്യയിലാണ്. അത് കേരളത്തിലാണ്. കേരളത്തിൽ തലസ്ഥാന നഗരത്തോട് ചേർന്ന് കിടക്കുന്ന കാട്ടാക്കട എന്ന കോൺസ്റ്റിറ്റ്യുവൻസിയിലാണ് എന്നാണ്. പരിസ്ഥിതി സംരക്ഷണം വികസനത്തിന്റെ ഭാഗമായി കാണുന്ന സമീപനമാണ് കാട്ടാക്കടയുടെ മറ്റൊരു പ്രത്യേകത. കാർബൺ ന്യൂട്രൽ മണ്ഡലം എന്ന ലക്ഷ്യത്തോടെയുള്ള പ്രവർത്തനങ്ങൾ വികസന നേട്ടങ്ങളുടെ മാറ്റുകൂട്ടുന്നതാണ്. അപ്പോൾ കാർബൺ ന്യൂട്രൽ കേരളം എന്ന ലക്ഷ്യത്തിലേക്ക് എത്താൻ കാട്ടാക്കട എന്താണ് ചെയ്യേണ്ടത്? അപ്പോൾ അതിൽ നിന്ന് ഞങ്ങൾ ആദ്യം ചെയ്തത് കാർബൺ ഓഡിറ്റിംഗ് നടത്തി. ഓരോ സെക്ടറിലും എത്രമാത്രം കാർബൺ എമിഷനുണ്ട്, അത് അഗ്രികൾച്ചർ സെക്ടറിൽ, വേസ്റ്റ് മാനേജ്മെൻറ്റ് സെക്ടറിൽ, പബ്ലിക് ട്രാൻസ്പോർട്ട് സെക്ടറിൽ, പിന്നെ എനർജി സെക്ടറിൽ ഒക്കെ നമ്മൾ. അപ്പോൾ ആദ്യമായി ഒരു കാർബൺ ഓഡിറ്റ് റിപ്പോർട്ട് ഞങ്ങളുടെ കയ്യിൽ കിട്ടി. പൊതുഗതാഗതം ശക്തിപ്പെടുത്തിയാൽ വലിയ മാറ്റം ഉണ്ടാകാൻ പറ്റും. അഡ്വഞ്ചർ ടൂറിസം അക്കാദമി അടക്കമുള്ള അനേകം സ്വപ്നങ്ങൾ ഇനിയും ബാക്കിയുണ്ട്. നിയമസഭാ സാമാജികനായി ഒരിക്കൽ കൂടി കാട്ടാക്കട മണ്ഡലത്തെ പ്രതിനിധീകരിച്ചെത്തിയാൽ ഇതിനെല്ലാം വേണ്ടി പരിശ്രമിക്കുമെന്ന് MLA IB സതീഷ് വ്യക്തമാക്കി. തങ്ങളുടെ ആവശ്യങ്ങൾ ഉയർത്തിക്കാട്ടുന്നതിനൊപ്പം വികസന പ്രവർത്തനങ്ങളെയും കാട്ടാക്കടയിലെ ജനങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഇനി വിധി എഴുതേണ്ടതും അവർ തന്നെയാണ്. ക്യാമറമാൻ സനിൽകുമാറിനൊപ്പം ദേവിക ചന്ദ്രൻ, അമൃത ന്യൂസ്, തിരുവനന്തപുരം.